യൂട്യൂബ് തുറന്നാണ്ടല്ലോ കോമഡിയാ. സാറേ സാറേ 2 ദിവസം മുറുക്ക് തരുമോ? മുറുക്കുവാ. ഇതിന്റെ പെരേന്ന് ഞാൻ വരുമ്പോ എന്റെ പെണ്ണുങ്ങൾ എനിക്ക് പൊഞ്ഞു തരുന്ന എനിക്ക് തിന്നാനുള്ള ഞാൻ അതിൻ്റെ അകത്ത് ഈ കൈയിടണ്ട. അനക്ക് വേണം ഈ ഒരു പെണ്ണിട്ടാ നോക്കടോ. പെണ്ണിട്ട പെണ്ണുങ്ങൾ ഇങ്ങനെയൊക്കെ പൊഞ്ഞു വരൂ. നുറുക്കുന്നാൻ വേണ്ടി പെണ്ണിട്ടാൻ പറ്റുമോ? നുറുക്കുന്നാൻ വേണ്ടി മാത്രമല്ലല്ലോ. ആ കുത്തിരിക്കും. സംഘടനാ നേതാവ് മൊയ്തു സാർ. ഞാനാണ്. എന്താ കാര്യം? എന്താ പേര് മോളെ? എന്റെ പേര് ദമയന്തി. എവിടുന്ന വരുന്നത്? ഞാൻ ഇവിടെ അടുത്ത് തന്നെ ഉള്ളതാ. എന്താ വിഷയം എന്താ? സാറേ, എന്റെ വീട്ടില് അച്ഛനില്ല, അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. അവർക്ക് ഞാൻ ജോലി കിട്ടിയിട്ട് വേണം എന്തെങ്കിലും ചെയ്തു കൊടുക്കാനായിട്ട്. അതിനിപ്പോ നമ്മളെന്താ കട്ടുമോളെ? അല്ല, 2018 ഞാൻ ഈ യൂണിവേഴ്സിറ്റിയിൽ പ്രൈവറ്റ് ആയിട്ട് BA എക്കണോമിക്സിന് രജിസ്റ്റർ ചെയ്ത് പഠിച്ചായിരുന്നു. ഇപ്പൊ 6 കൊല്ലത്തോളം ആയി സാർ. 3 സെമിസ്റ്ററിന്റെ പേപ്പർ മാത്രമേ റിസൾട്ട് വന്നിട്ടുള്ളൂ. ബാക്കിയുള്ള 3 സെമിസ്റ്ററിന്റെ റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ സംഘടന ഒന്ന് ഇടപെട്ടിട്ട് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി തന്നെ സാർ. സംഘടന ഇടപെട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. വേണേ സംഘടനക്ക് അല്ലാണ്ട് ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്യാണ്ട്. അല്ല സാർ, ഈ പേപ്പർ വാല്യുവേഷനും റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതൊക്കെ ഡിജിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്പീഡ് ആവൂലേ സാർ? ആരാ എന്റെ അടുത്ത് പറഞ്ഞേ? സാർ, അത് റിട്ടയർഡ് യൂണിവേഴ്സിറ്റി പ്രിൻസിപ്പാൾ മന്മഥൻ സാറാണ് പറഞ്ഞത്. മന്മഥൻ സാറ് മൂപ്പര് റിട്ടയർഡ് ആയല്ലോ, വീട്ടിൽ കുത്തിരിക്കല്ലേ, എന്തും പറയാലോ. അതൊന്നും ഇവിടെ നടക്കുന്ന കാര്യമില്ല. അതെ, ഇവിടെ ഇപ്പൊ ഞങ്ങൾക്ക് തന്നെ പണിയില്ല, ഒരു പണിയില്ല. ഗവൺമെന്റ് വെറുതെ ശമ്പളം തരാൻ ഞമ്മക്ക്. ഇനിയിപ്പോ പണിയും കൂടെ കമ്പ്യൂട്ടറിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്തിനാ ഇവിടെ കുത്തിരിക്കണത്? സാർ, ഇത് എല്ലാവർക്കും ഗുണമുള്ള ഒരു കാര്യമല്ലേ? എന്ത് ഗുണം? ഒരു ഗുണമില്ല, ദോഷമുള്ളതുകൊണ്ട്. സാറേ, 50% പ്രശ്നങ്ങളും സംഘടന ഇടപെട്ട് കഴിഞ്ഞാൽ പരിഹരിക്കാൻ പറ്റൂലേ? അല്ല, അതൊക്കെ ഈ പറഞ്ഞ നേരാ. ബാക്കി 50% രജിസ്ട്രാറും കൺട്രോളറും ഈ പേപ്പർ വാല്യുവേഷൻ ചെയ്യുന്ന അധ്യാപകരൊക്കെ ചേർന്ന് ചെയ്യട്ടെ. ഇപ്പൊ മോള് തൽക്കാലം ചെല്ല്, വേറെ ഒന്നും നടക്കൂല. പോണേ സാറേ. ഈ കാലുപടങ്ങനെ തുറന്ന് വെച്ചിട്ടുണ്ട് സജ്ജാലിയുടെ അമ്മ വന്നിരിക്കുന്ന ഞാൻ കാണിച്ചതല്ല. ഞാൻ മജ്ജ് വന്നിരിക്ക്. ഈ ദുനിയാവിൽ ഈ സൃഷ്ടിച്ചതിൽ ഇത്രക്ക് ഹലാക്ക് പിടിച്ചൊരു സാധനം വേറെ ഇല്ല റബ്ബേ. നീ എങ്ങനെ സൃഷ്ടിച്ചതില്ലേ? ആൾക്കാര് എവിടുന്നേലൊക്കെ അധ്വാനിച്ച് കായ് ഉണ്ടാക്കി അതുകൊണ്ട് വല്ല ഭക്ഷണം കഴിച്ച ഒരു തുള്ളി ചോര ഉണ്ടാക്കുമ്പോ ഒരു നാണമാലും ഇല്ലാണ്ട് അത് വന്ന് കുടിക്കുക, എന്നിട്ട് ഞെളിഞ്ഞിട്ട് അങ്ങോട്ട് പറന്നു പോവുക. അല്ലോ അല്ലോ, എന്റെ കാലിങ്ങനെ ഇരിക്കുമ്പോ ചന്തിയും ഒന്ന് കടിച്ച അന്ന ഞാൻ ഇടിച്ച് ചവച്ച് കള്ളമായി. ഞാന് എന്താ മനസ്സിലാക്കി ഈ പാൻറ്റും മറ കയറിച്ച് കൊല്ല് ഞാൻ. രാഘവ വായോ, അന്നം രാഘവായോ. കൊതുകെ ശല്യം ചെയ്തിട്ട് സ്വസ്ഥതല്ല എന്റെ രാഘവ. വായോ, കയറി കയറി. എന്നോടാ പറയുന്നത്? ഞാനിങ്ങനെ അന്തിച്ചിരിക്കുന്നു. അന്ന ഞാൻ അങ്ങനെ പറയില്ലല്ലോ. എന്താ ചെയ്യാ? ഭയങ്കരം തന്നെയല്ലേ? എന്തെന്നാ പറഞ്ഞ ഇങ്ങനൊരു ശല്യം സഹിക്കാൻ പറ്റിയ മനസ്സിലാവണ്ടോ? അതൊക്കെ എത്ര തിരി ഞാൻ കത്തിച്ചു വെച്ചിട്ടുണ്ടോ? ഞാനെന്നാ പറയാൻ നിൽക്കുന്നു. ആ തിരി ഉണ്ടല്ലോ, അത് ഇവർക്ക് ഇരിക്കാനുള്ള താവളായിട്ടപ്പ അവര് കണക്കാ. കത്തി വരുന്നോടത്തുനിന്ന് മാറി മാറി ഇരിക്കുക തിരിയുടെ മുകളിൽ. പിന്നെ അത് കത്തിച്ചിട്ട് എന്താ കാര്യം? അങ്ങനെ ഓരോന്നിനെ കൊന്നിട്ട് കാര്യമില്ല. അതിന്റെ ഉറവിടത്തിൽ അതിനെ നശിപ്പിക്കണം, എന്നാലും ഇത് പോകലൂ. നമ്മുടെ ബ്രാക്കര തോടില്ലേ,
ആ തോട് കിടക്കണ കിടപ്പ് കണ്ടു വെച്ച് അതെ അതെ നമ്മളൊക്കെ കുളിച്ചേരുന്ന സ്ഥലാണ് അതെ, അതെ. അതിന്റെ കോലപ്പ കണ്ടാല് ദുനിയാവിലുള്ള സകലമാന സാധനങ്ങളും അതിലുണ്ട്. അതാ ഞാൻ പറഞ്ഞ ആടെ നശിപ്പിക്കണത്. അതാ പറഞ്ഞ അപ്പൊ ആ തോട് വൃത്തിയാക്കണം. ഞാനിപ്പോ അതിന് പഞ്ചായത്തിൽ ഒരു പരാതിയായിട്ട് ചെല്ലണം എന്ന് വിചാരിച്ചിട്ട് ഇരിക്കാണ്. അതെ ഞാൻ വരാം. അത് ചെയ്യണം. ആ കള്ള നായി ഉണ്ടല്ലോ മന്മതെ, ഓരോ ഓട്ടോ എടുത്ത് ജയിപ്പിച്ചല്ലേ നമ്മള്. ആഴ്ചയിൽ ഒരു തവണയിലും ഇവിടെ വന്നൊന്ന് കാര്യം അന്വേഷിക്കണ്ടേ? ഞാൻ 1-2 തവണ അവരോട് പറഞ്ഞേ കേട്ട പാവല്ല. അപ്പൊ ഞാനിപ്പോ എന്ത് ചെയ്ത് പാവൊന്നും നോക്കാൻ നിക്കണില്ല. നമ്മുടെ ഉണ്ണിയിലെ ഉണ്ണീനോട് ഞാൻ പറയാം, നമ്മളെ പോസ്റ്റ് ഓഫീസിന്റെ അടുത്തുള്ള പറമ്പില് കുട്ടി അയച്ചപ്പാവൊന്നും നോക്കണ്ട, അവിടെ പറമ്പൊന്നും വന്ന് വൃത്തിയാക്കിയാലും എന്ന് പറഞ്ഞ അവനെ പേടിച്ചേക്കാ. ഓനൊരാടെ അങ്ങാടിയിൽ തിരിഞ്ഞടിക്കുന്നുണ്ട്. ആരും ഉണ്ണോ? ഓന്നിപ്പോ എന്റെ പറമ്പിൽ പണിക്കാണെന്നേ. ഞാനിപ്പോ ഒരു പാടയാണ് കേട്ടോ. പക്ഷെ ഉള്ളാടെ ഇങ്ങനെ എന്താ ഈ പറഞ്ഞേ? ഓനല്ലേ ഉണ്ണിയേ എവിടെയാണ്? എവിടെയാ? നിങ്ങളെ പറമ്പില് ഞാൻ പണിയെടുക്കല്ലേന്ന് പോയേക്കാ. എന്റെ പറമ്പിലോ? എന്റെ ഏത് പറമ്പില്? നിങ്ങളെ പറമ്പില്. എന്റെ പറമ്പിൽ നിന്നിട്ടപ്പ ഞാൻ എന്നെ വിളിക്കണേ. ഞാൻ നിങ്ങളെയും കാണുന്നില്ലടാ. ഇജെങ്ങനെ കാണാച്ച് എന്റെ പറമ്പിൽ ഉണ്ടായാലല്ലേ എന്നെ കാണാ? എന്റെ കോയക്ക, ഞാൻ നിങ്ങളെ പറമ്പിലല്ലേ പണിയെടുക്കുന്നത്. ഇജ് കുടിച്ചിട്ടുണ്ടോ? ഞാൻ വെള്ളടി ഇന്നോലും നിർത്തിയില്ല കോയക്ക. വെള്ളം അടിച്ചിട്ടാ. ഇല്ലാന്നോ? ആ ഇജ് കുടിച്ചതിന്റെ മണം വരണ്ടേ എനിക്ക്. പിന്നെ എങ്ങനെ ഇജ് കുടിച്ചിട്ടില്ല പറഞ്ഞേ? എന്റെ വായ കോയെന്ന് കണ്ടാൽ അറിയില്ലേ? ഈടെ ചങ്ങായി ഈ 100-500 ഉറുപ്പ്യ എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോ അങ്ങനെ അപ്പ വെച്ച് നീട്ടി തന്നല്ല എനിക്ക് ഞാന്. അല്ലേ അള്ള നായി ഈ അതുകൊണ്ട് കള്ളും കുടിച്ചിട്ട് പിന്നെ ഈ പണിക്ക് വരില്ല എന്ന് പറഞ്ഞ എങ്ങനെയാണ്? എന്റെ വേസംഗത്ത് ഇന്നെ കൊണ്ട് ഇറക്കിണ്ട മര്യാദക്ക് വെച്ച് ഇവിടെ പണിക്ക് വന്നാൽ ഇന്റെ കൈ ഇടന്നോ അല്ലെങ്കിൽ അല്ല വകതിരി വീട് വരുന്നുണ്ട്. ആരെ മന്മഥന അടുത്തന്ത് പള്ളി കെട്ടുപോയിട്ട് വരുവാ. വരട്ടെ. മന്മഥ വാ. അല്ല, പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് സെക്രട്ടറിയും നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടറും ഒക്കെ ഇരിക്കുന്നിടത്തോട്ട് പ്രതിപക്ഷ നേതാവിന് കയറി വരാവോ എന്ന് അറിഞ്ഞൂടാ. എന്നാലും കാണേണ്ടവരെല്ലാരും ഒരിടത്ത് തന്നെ ഉണ്ട്. നന്നായി. എന്നെ കൂടുതൽ ഇരുത്താൻ നോക്കണ്ട. കുറെ ഇരുന്നിട്ടുള്ളവനാ ഞാൻ ഇവിടെയൊക്കെ. എന്താ കാര്യം? ഇവിടെ തോട് വൃത്തിയാക്കണ കാര്യം പറഞ്ഞിരുന്നു നമ്മൾ തമ്മില്. അതിന്റെ കാര്യം എന്തായി? നമ്മൾ ശുചീകരണ പ്രവർത്തനങ്ങളെ പറ്റിയിട്ടുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്താ സംഭവിക്കുന്ന വെച്ചാല്, നമ്മൾ പ്രവർത്തനങ്ങൾ ആലോചിച്ച് വരുമ്പോഴേക്ക് മഴക്കാലം അങ്ങോട്ട് തീർന്നു പോവുക. അപ്പൊ മഴയാണ് കുഴപ്പക്കാരൻ. മഴയാണ് കുഴപ്പം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പണി മഴ വരുന്നതിന് മുമ്പേ നമ്മൾ ഊർജിതമായിട്ട് പ്രവർത്തനങ്ങൾ തുടങ്ങുക. അപ്പൊ പഞ്ചായത്ത് ഇപ്പൊ തീരുമാനിച്ചിട്ടുള്ള കാര്യം, മഴക്കാലത്തിന് മുമ്പേ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു 15,000 രൂപ ആദ്യ ഗഡു എന്നുള്ള നിലയ്ക്കാണ് നീക്കി വെച്ചിട്ടുണ്ട്. 15,000 രൂപ ആദ്യ ഗഡു എന്നുള്ള നിലയ്ക്ക് നീക്കി വെച്ചിരിക്കുകയാണ്. ആർക്ക്? ഓരോ വാർഡിനും. ഈ വാർഡ് എന്ന് പറയുമ്പോ വാർഡ് അതല്ല, ഇത് വാർഡിൽ ഇത് എവിടേക്കാണ് ഇത് പോകുന്നത് എന്നുള്ളതാണ് അറിയേണ്ടത്. എവിടേക്കാ ഫണ്ട് പോകുന്നത് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? നിങ്ങൾ വാർഡ് മെമ്പറായ ആളല്ലേ? വാർഡ് മെമ്പർക്കല്ലേ കിട്ടുക? അങ്ങനെ ആവണം. വരുന്നുണ്ട്. ഇരിക്കും ഇത്രയുള്ള കാര്യം. ആദ്യ ഗഡു 15,000 രൂപ വെച്ച് കൊടുക്കുക. അപ്പൊ തീരുമാനമായി. പിന്നെ പ്രവർത്തനങ്ങളൊക്കെ നോക്കിയിട്ട് കൂടുതൽ പൈസ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 15 കൂടെ കൊടുക്കാൻ പറ്റും. ഇനി അതിലും തീർന്നില്ല. ഈ ദുരിതങ്ങള് ബുദ്ധിമുട്ടുകള് ഒക്കെ വരുമ്പോ അതിന്റെ ഒരു അളവ് നോക്കിയിട്ട് നമുക്ക് വീണ്ടും വേണമെങ്കിൽ പൈസ നമുക്ക് നീക്കി വെക്കാൻ പറ്റും. അങ്ങനെയാണ് ഇപ്പോ. ഞാൻ പറയുന്നോണ്ട് ഒന്നും തോന്നരുത്. ഇങ്ങനെയുള്ള വികസന കാര്യങ്ങളില് എനിക്ക് ഭരണപക്ഷമൊന്നുമില്ല, പ്രതിപക്ഷമൊന്നുമില്ല. നാടിന്റെ വികസനം അത് മാത്രമേ എന്റെ ഉള്ളിലുള്ളൂ. അത്രേ ഉള്ളൂ. അതെ അതെ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ മുമ്പത്തെ പോലെ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങള് നമ്മൾ ഒരുമിച്ച് ചെയ്യും, ഒറ്റക്കെട്ടായിട്ടും. വന്ന് കാര്യങ്ങൾ അന്വേഷിച്ച് ചെയ്തു വെച്ചാലേ അല്ല വലിയ ഇത് പരിപാടി ഇതെന്താ പരിപാടി?
എന്താ പരിപാടി എനക്ക് എഴുത്തും വായന അറിയില്ല. വായിച്ചോക്ക്. അല്ല നമ്മളിപ്പോ മഴക്കാലം സ്വീകരണ യജ്ഞം നടക്കുന്നില്ലേ? തോട്ടിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. ഏടാ ചെങ്ങ നിങ്ങൾ അവിടെ വന്നിട്ട് ഓരോ പ്രഹസനം കാറ്റുകൊണ്ട് തോട് വൃത്തിയാവോ? പാർട്ടിയോട് കളിക്കരുതട്ടാ. പാർട്ടി ഏത് പാർട്ടി? ഏത് പാർട്ടി? പാർട്ടിയോ? അന്ന് ഞങ്ങള് തന്നെ എടുത്തല്ലോ കാളനായി. എന്ത് പരിപാടി ഇത്? കൊണ്ടുവച്ചും കാര്യമില്ല. ഞങ്ങളുടെ മെമ്പർ വരില്ല, മന്മഥം വരുന്നു. ആ കഴിഞ്ഞ വർത്താനം പറയാം. ഇതെന്താ രാഘവ? അതെ മന്മത, അങ്ങേരോട് അതൊക്കെ വലിച്ചു പറിച്ച് കളയാൻ പറ. എന്നിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് ഒഴിവാക്കും. പ്രസിഡന്റ് ഇപ്പൊ ബഹളം നമുക്ക് അതല്ല, ഞാൻ തഞ്ചത്തി പറഞ്ഞതാക്കിക്കോളാം. എന്താണ്? വരുന്ന വഴിയിൽ എന്റെ സ്കൂട്ടർ ഒന്ന് പഞ്ചറായേ. അങ്ങനെ ഞാൻ ഇവരൊക്കെ വണ്ടി കൊണ്ടുവന്ന് നിർത്തിയപ്പോ പിന്നെ നിർബന്ധിച്ച് എനിക്ക് അതിൽ കയറേണ്ടി വന്നു. അതാ സംഭവം. പക്ഷെ ആ കയറിയത് നന്നായി. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ നിന്ന് ഇതുവരെയുള്ള യാത്രയുടെ ഇടയിൽ ഞാൻ പ്രസിഡന്റിനോട് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഞാൻ പറഞ്ഞത് തോട് വൃത്തിയാക്കിയില്ലെങ്കിൽ സമരം ശക്തമാകുമെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞു, മന്മത തെളിനീരൊഴുകും തവളക്കുഴി എന്ന് പറഞ്ഞ അടുത്ത വർഷം വേറൊരു കിടിലൻ പദ്ധതി വരുന്നുണ്ട്. ആ പദ്ധതിയിൽ നമ്മുടെ തോടിനെ ഉൾപ്പെടുത്തി തോട് വൃത്തിയാക്കി തരാന്ന് പ്രസിഡന്റ് വാക്ക് തന്ന് ഞാൻ അത്രയ്ക്ക് പ്രഷർ കൊടുത്ത്. പിന്നെ അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഈ സമരം അങ്ങ് അവസാനിപ്പിക്കാം. എല്ലാം ഒതുക്കാം. മാറ്റിയ എടാ കള്ളമായി. ഞങ്ങൾ വോട്ട് ചെയ്തിട്ടല്ലടാ ഇപ്പൊ ആ വാർഡ് മെമ്പറായിട്ട് അവിടെ ഇരുന്ന് നിരങ്ങണ് അല്ലേ? ഇതിന്റെ ഉദ്ഘാടനത്തിന് ഇവിടെ എത്താ സമയത്തിനൊന്നും പറഞ്ഞു പോയതല്ലടോ. എന്നിട്ട് ഇപ്പൊ അവരുടെ കൂട്ടും പിടിച്ചിട്ട് അവര് തന്നും വീഴ്ച നാക്കിയിട്ട് നാണട്ടാ എനിക്ക് കള്ളമായി. ഇനി ഒരക്ഷരം മുണ്ടി എന്റെ കയ്യും കാലും ഞങ്ങൾ തല്ലി മുറിക്കും. അത് മനസ്സിലാക്കിക്കോ. എന്റെ സഹായം വേണ്ട, എന്റെ കൂട്ടാളികളുടെ സഹായം വേണ്ട. ഞങ്ങൾക്ക് അറിയാടോ നിങ്ങൾ ഭരണപക്ഷവും പ്രതിപക്ഷം ഒന്നുമില്ല. നിങ്ങളൊക്കെ കൂടി ഞങ്ങൾ ഈ പാവങ്ങളെ പറ്റിക്കാണ്. ഞങ്ങൾക്കറിയാം. ഇനി അത് നടക്കൂല. ഈ പദ്ധതി എങ്ങനെ കൊണ്ടുവന്ന് ഞങ്ങൾക്കറിയാം കേട്ടോ. ഇനി എങ്ങാനും ഇജ്ജ് വോട്ടും ചോദിച്ചെന്റെ പടി ഉമ്മറം കേറിയ തെളിനീരൊഴുകും തവളക്കുഴിയല്ല, എന്റെ കണ്ണീരൊഴുകും കവളിൽ കൂടെ.